CJM കോടതിയുടെ നിർദ്ദേശപ്രകാരം നടി ശ്വേതാ മേനോനെതിരെ പോലീസ് എടുത്ത കേസിലെ തുടർ നടപടികൾ ഹൈക്കോടതി തടഞ്ഞു. ശ്വേതാ മേനോന്റെ ഹർജി പരിഗണിച്ചാണ് നടപടി. ശ്വേതാ മേനോന്റെ വാദങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് വിലയിരുത്തിയ സിംഗിൾ ബെഞ്ച് മജിസ്ട്രേറ്റിനോട് റിപ്പോർട്ട് തേടി. CJM കോടതിയുടെ നിർദ്ദേശപ്രകാരം തനിക്കെതിരെ പോലീസ് എടുത്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ശ്വേതാ മേനോൻ ഹൈക്കോടതിയെ സമീപിച്ചത്. അശ്ലീല സിനിമകളിൽ അഭിനയിച്ചുവെന്ന വാദം നിലനിൽക്കുന്നതല്ലെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമനുസരിച്ച് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമകളിൽ മാത്രമേ താൻ അഭിനയിച്ചിട്ടുള്ളൂവെന്നുമായിരുന്നു ശ്വേതയുടെ വാദം. തനിക്കെതിരായ പരാതിയും കേസെടുക്കാനുള്ള കോടതിയുടെ ഉത്തരവും നിലനിൽക്കുന്നതല്ലെന്നും ശ്വേത വാദിച്ചു. ശ്വേതയുടെ വാദങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് വ്യക്തമാക്കിയ കോടതി കേസിലെ തുടർ നടപടികൾ തടഞ്ഞു. മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ഹൈക്കോടതി റിപ്പോർട്ട് തേടി. ഇതിനായി ഹൈക്കോടതി രജിസ്ട്രിക്ക് ജസ്റ്റിസ് VG അരുൺ നിർദ്ദേശം നൽകി. പരാതിക്കാരന് നിക്ഷിപ്ത താൽപ്പര്യങ്ങളാണെന്നും പരാതിക്ക് പിന്നിൽ അമ്മ സംഘടനയിലെ തർക്കങ്ങളാണെന്നും ശ്വേതാ മേനോൻ ഹർജിയിൽ സൂചിപ്പിച്ചിരുന്നു. അമ്മ തെരഞ്ഞെടുപ്പിൽ താൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശക്തിയായ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിനെ അട്ടിമറിക്കാനാണ് പരാതിക്കാരൻ്റെ ശ്രമമെന്നും ശ്വേത ആരോപിച്ചിരുന്നു. ദുരുദ്ദേശത്തോടെയാണ് പരാതിക്കാരൻ കോടതിയെ സമീപിച്ചത്. അതിന് വഴങ്ങിയ CJM കോടതിയുടെ നടപടി നിയമപരമല്ലെന്നും ശ്വേത വാദിച്ചു. തുടർ നടപടികൾ ഹൈക്കോടതി തടഞ്ഞ പശ്ചാത്തലത്തിൽ പോലീസിന് കേസുമായി ഇനി മുന്നോട്ടു പോകാനാവില്ല. കൈരളി ന്യൂസ്, കൊച്ചി.